ഇനി നമുക്ക് ഒരു പട്ടുപാവാടയും ബ്ലൗസും തയ്ക്കാം. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മഞ്ഞ സാരി, അത് പാവാടയ്ക്ക് തയ്ക്കാൻ വേണ്ടി തന്നെ വാങ്ങിച്ചതാണ്. ഒരിക്കൽ ഞാനത് സാരിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആണ് പാവാടയ്ക്ക് എടുക്കുന്നത്. ബ്ലൗസിന് ഞാൻ വേറൊരു മെറ്റീരിയൽ എടുത്തു. അപ്പോൾ ഈ പാവാട നമ്മളിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ പട്ടുപാവാട തയ്ക്കുമ്പോൾ കുറച്ച് മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ ടോട്ടൽ ഫാബ്രിക് ഇഞ്ചിൽ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. ഇപ്പം അതായത് ഒരു 3 മീറ്റർ ഫാബ്രിക്കിന് ഇത്ര ഇഞ്ചാണ്, അത് കൺവേർട്ട് ചെയ്താൽ മതി. അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫാബ്രിക് ടോട്ടൽ, അതായത് മുന്താണിയും കാര്യങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് 184 ഇഞ്ചസ് ഉണ്ടായിരുന്നു. ഇത്രയൊന്നും വേണ്ട, ഒരു 150 ഒക്കെ വരെ മതി. പിന്നെ ഉള്ളത് ഞാൻ അങ്ങോട്ട് ഇട്ടുവെന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ സീം അലവൻസ് ആയിട്ട് 4 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ മാറ്റി എഴുതി. അതായത് രണ്ട് സൈഡിലും, പാവാടയുടെ രണ്ട് സൈഡിലും 2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസിന് കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ 4 ഇഞ്ചസ് അവിടെ എഴുതി വെച്ചു. അപ്പോൾ ഈ 4 ഇഞ്ചസ് നമ്മൾ ടോട്ടൽ ഫാബ്രിക്കിൽ നിന്ന് ആദ്യമേ തന്നെ മൈനസ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ 180 കിട്ടി. എത്രയാണോ നിങ്ങളുടെ ഫാബ്രിക് അതനുസരിച്ച് അത് മൈനസ് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 180 കിട്ടി. അടുത്തത് നമ്മുടെ വേസ്റ്റ് റൗണ്ട്, അതായത് പാവാട ഹുക്കിടുന്ന ആ ഭാഗത്തെ അളവ് നമ്മൾ കണ്ടുപിടിക്കണം. എനിക്ക് 28 ആണ്, പക്ഷെ ഞാനൊരു സേഫ്റ്റിക്ക് ഒരു 29, ഒരു ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 29 ഇഞ്ചസ് ആണ് എൻ്റെ വേസ്റ്റ് റൗണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഏതാണ് പ്ലീറ്റ് സൈസ് വേണ്ടതെന്ന്. അതായത് ആ പ്ലീറ്റിൻ്റെ ആ ഒരു വീതി 1 ഇഞ്ചുണ്ട്, 2 ഇഞ്ചുണ്ട്, 3 ഇഞ്ചുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഇഞ്ചസ് ഇടാം. അപ്പോൾ എനിക്ക് 1 ഇഞ്ചിലാണ് ഇങ്ങനെ അടിക്കടിക്ക് പ്ലീറ്റ്സ് കിടക്കണമായിരുന്നു. അപ്പോൾ 1 ഇഞ്ചാണ് ഞാൻ എടുത്തത് പ്ലീറ്റ് സൈസ്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് എടുത്തു. അടുത്തതാണ് നമ്മുടെ ഫോർമുല. ലൈക്ക് അത് തെറ്റിപ്പോകുമ്പോഴാണ് നമുക്ക് മിക്കപ്പോഴും പാവാടകൾ ശരിയാവാതെ വരുന്നത്. ഇൻടേക്ക് എടുക്കേണ്ടത്, അതിന് പറയണത് ഇൻടേക്കാണ്. അകത്തേക്ക് നമ്മൾ തുണി മടക്കുന്നത്. പ്ലീറ്റ്സ് എടുക്കുന്നത് അങ്ങനെയാണല്ലോ, നമ്മളൊരു പ്ലീറ്റ് എടുത്തു അകത്തേക്ക് മടക്കിലേ വെക്കുക. ആ ഇൻടേക്ക് എടുക്കുന്നത് നമ്മുടെ ടോട്ടൽ ഫാബ്രിക്കിൻ്റെ അളവ്. അതിനെ ഞാനിവിടെ ഫാബ്രിക് ലെങ്ത് എന്ന് എഴുതിയത്, ഉദ്ദേശിച്ചത് ടോട്ടൽ ഫാബ്രിക് ആണ് കേട്ടോ. വേസ്റ്റ് റൗണ്ട് കൊണ്ട് മൈനസ് ചെയ്യുക. നമ്മുടെ എത്രയാണ്, ഇപ്പോൾ 30 ആണെങ്കിൽ അത്, 28 ആണെങ്കിൽ അത്, അതുകൊണ്ട് മൈനസ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ നമ്പർ ഓഫ് പ്ലീറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഞാൻ 1 ഇഞ്ചാണല്ലോ പ്ലീറ്റ് സൈസ് എടുത്തത്. അങ്ങനെ എൻ്റെ വേസ്റ്റ് റൗണ്ട് 29 അപ്പോൾ എനിക്ക് 29 പ്ലേറ്റ്സ് കിട്ടും. നമ്പർ ഓഫ് പ്ലേറ്റ്സ് 29. 30 വേസ്റ്റ് റൗണ്ട് ഉള്ള ഒരാൾ 1 ഇഞ്ച് പ്ലേറ്റ് സൈസ് എടുത്താൽ 30 പ്ലേറ്റ് കിട്ടും. അങ്ങനെ അതനുസരിച്ച് ഇപ്പോൾ 2 ഇഞ്ചാണെങ്കിൽ അത് മാറ്റം വരും. വേസ്റ്റ് റൗണ്ട് 30 ഉള്ള ആൾക്ക് 2 ഇഞ്ചിൻ്റെ പ്ലേറ്റ് സൈസ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം വരും. ഇപ്പോൾ ഇവിടെ 1 ഇഞ്ച് ആയതുകൊണ്ട് 29 തന്നെ നമ്പർ ഓഫ് പ്ലേറ്റ്സ് കിട്ടി. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് 5.220 ആണ് കിട്ടിയത്. 5 ഒരു 5.25 തൊട്ട് മുമ്പായിട്ട് നമ്മൾ നിർത്തുന്ന രീതിയിൽ ആണ്. അകത്തേക്ക് ഇത് ഇൻടേക്ക് ആട്ടോ. പ്ലീറ്റ് സൈസ് വെളിയിലേക്ക് കൊടുക്കുന്നത് 1 ഇഞ്ച് തന്നെയാണ്. അകത്തേക്ക് എടുക്കേണ്ടത് 5.20 ആണ്. ഇനി നമുക്കിത് മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ സീം അലവൻസിൻ്റെ 2 ഇഞ്ചസ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. 2 സൈഡിലും 2 ഇഞ്ചസ് വീതമാണ് ടോട്ടൽ 4 വരുന്നത് കേട്ടോ. അപ്പോൾ 2 ഇഞ്ചസ് ഞാൻ ആദ്യമേ തന്നെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് പുറത്തേക്കുള്ള പ്ലീറ്റ് സൈസ് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. 2 ഇഞ്ചസ് ആദ്യം സീം അലവൻസ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് 1 ഇഞ്ച്. ആ 1 ഇഞ്ചിൽ നിന്ന് അടുത്തത് 5.20 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ആ 5.20 1 ഇഞ്ച്, 1 ഇഞ്ച് 5.20, 1 ഇഞ്ച് 5.20, അങ്ങനെ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അങ്ങനെ ഫുള്ള് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അതങ്ങ് വിടണം. അത് കഴിഞ്ഞുള്ള 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്ന തുണിയെടുത്ത് 5.20 മാർക്ക് ചെയ്തെടുത്തോട്ട് നമ്മൾ മടക്കി വെക്കണം. നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, സാരി പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ തന്നെ ഏകദേശം അത് നമ്മൾ 1 ഇഞ്ചിൽ നിന്ന് 5.20 അത് കഴിഞ്ഞ് അതിന് തൊട്ടപ്പുറം വീണ്ടും നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് വീണ്ടും എടുത്ത്, ഇതിപ്പോൾ ഞാൻ ആദ്യമേ അറിയാതെ തയ്ച്ചു പോയപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പ്ലീറ്റ്സ് എടുക്കുന്നത്. കണ്ടോ, ആദ്യത്തെ ആ 2 ഇഞ്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അവിടെ നിന്ന് അടിച്ച് വന്നേ ഉള്ളൂ, അടിപ്പ് അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ആദ്യത്തെ 1 ഇഞ്ച് നമ്മൾ എടുക്കുക. ആ 1 ഇഞ്ചിൽ നിന്ന് 5.20 ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് വെക്കുക. പിന്നെ എപ്പോഴും നമ്മളൊരു ഇങ്ങനെ ആദ്യം പിൻ ചെയ്തിട്ട് തയ്ക്കുന്നതായിരിക്കും എളുപ്പം. അല്ലാതെ തന്നെ തയ്ക്കാം, പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് സിൽക്കി മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അതായിരിക്കും എളുപ്പം. ഇനി അടുത്ത് നമുക്ക് പടി വേണം. പടിക്ക് ഞാനിവിടെ 30 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. 28 ആണ് എൻ്റെ അളവ്, എന്നിരുന്നാലും നമ്മൾ പ്ലീറ്റ് 29 കൊടുത്തിട്ടുണ്ട്. സോ 30 ഇഞ്ച് ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് 30 ഇഞ്ച് ഞാൻ നീളം എടുക്കുന്നുണ്ട്. വീതി 4 ഇഞ്ചാണ് വീതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ 2 ഇഞ്ചസ് കിട്ടും. ഇപ്പോൾ അതിൽ എൻ്റെ ഓൾറെഡി ഒരു സൈഡ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു സാരിയായിട്ട് ഉടുത്ത സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതനുസരിച്ച്, അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടെ കൂടുതലിട്ടോട്ടോ നമ്മൾ സീം അലവൻസും കൂടെ ചേർത്ത്. ഇപ്പോൾ 4 എന്നുള്ളത് 4.5 എടുക്കാം, കുഴപ്പമില്ല. അപ്പം അങ്ങനെ 4 ഇഞ്ച് വീതിയിൽ
30 ഇഞ്ച് നീളത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. 30 ഇഞ്ച് വേണം എന്നില്ല, 29 തന്നെ ഇട്ടാൽ മതി. പക്ഷെ ഞാൻ എപ്പോഴും എല്ലാത്തിനും കുറച്ച് കൂടുതലിടും. നമുക്ക് പിന്നീട് വേണ്ടാതെ വരുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇത് അതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കളയും. എനിക്ക് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ പടി അടിക്കുന്നത് നമ്മുടെ ചീത്ത വശത്തേക്കാണ് നമ്മൾ ആദ്യം അടിക്കുന്നത്. എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ച് നേരെ വെച്ച് അടിക്കുക ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ബ്ലൗസിൻ്റെ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ ചീത്ത വശത്തേക്ക് ആദ്യം അടിക്കും, എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ട് അടിക്കും ബെൽറ്റ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ആദ്യം മെറ്റീരിയൽ എടുത്ത സമയത്ത് എൻ്റെ ഹൈറ്റ് അനുസരിച്ച് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ടോട്ടൽ 44 or 45 എങ്ങാണ്ട് ഉണ്ടായിരുന്നു ലെങ്ത്ത്. എനിക്ക് 42 ആണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ നമ്മൾ പടി ഓൾറെഡി 2 ഇഞ്ച് വരുന്നതുകൊണ്ട് 38 ആയിട്ട് സാരിയുടെ ലെങ്ത്തിനെ മുറിച്ചിട്ടുണ്ടായിരുന്നു. മേളിൽ നിന്ന് മുറിച്ചു, കാരണം നമുക്ക് 2 ഇഞ്ച് പടിയും കൂടെ വരും. അപ്പോൾ ടോട്ടൽ 40 ആയിട്ടാണ് മുറിച്ചത്. അപ്പോൾ ടോട്ടൽ 42 നമുക്ക് കിട്ടും ലാസ്റ്റ്. അങ്ങനെ പ്ലേറ്റ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാനത് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. പ്ലേറ്റ്സ് നമ്മൾ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ട് കൂട്ടി അടിക്കുന്നതിന് മുന്നേ തന്നെ അയൺ ചെയ്യുമ്പോൾ അപ്പോഴാണ് നല്ല അടിങ്ങി പ്ലേറ്റ്സ് കിടക്കുക. അപ്പോൾ അതിന് മുന്നേ അയൺ ചെയ്യണം. അയൺ ചെയ്തതിന് ശേഷം കൂട്ടി അടിച്ചാൽ മതി. കൂട്ടി അടിക്കുമ്പോൾ നമ്മൾ പാൻറ്റിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു 4 ഇഞ്ച് മേളിൽ നിന്ന് പടി തൊട്ട് താഴേക്ക് 4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ പാൻറ്റിന് ചെയ്യുന്ന പോലെ കൂട്ടി അടിക്കുക. ദെൻ ആ ബോക്സ് അവിടെ ഞാനത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വേറെ നൂലിട്ടടിച്ചത് കേട്ടോ. നമ്മൾ സെയിം നൂലിട്ടാൽ മതി. അങ്ങനെ നമ്മൾ കൂട്ടി അടിക്കുക. ദെൻ അവിടെ ഒരു ഹുക്ക് വെക്കാം. വള്ളി വെക്കണമെങ്കിൽ വള്ളി വെക്കാം. ഹുക്കാണെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരുന്നോളും. വള്ളിയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഇങ്ങനത്തെ ബ്ലൗസൊക്കെ ആകുമ്പോൾ വള്ളി മതി. ബ്ലൗസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. Thanks for watching.